പ്രഖ്യാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ബിജെപിയുടെ മിഷൻ 2026 പദ്ധതിയും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. കോർപ്പറേഷൻ ഭരണം ബിജെപി പിടിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി എത്തുമെന്നും നഗരവികസന രേഖ അവതരിപ്പിക്കുമെന്നും പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. ആ പരിപാടിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു കൂടി തുടക്കമിടാനാണ് ബിജെപി ആലോചന. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിക്കായി ഒരുങ്ങാൻ ദേശീയ നേതൃത്വം സംസ്ഥാന ബിജെപി ഘടകത്തിന് നിർദ്ദേശം നൽകി. PSLVക്ക് വീണ്ടും പരാജയം. ISROയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനം PSLVക്ക് തുടർച്ചയായി 2ാം തവണയും കാലിടറി. വിദേശത്തു നിന്നുള്ളവ ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങൾ വഹിച്ച PSLV C-62 ദൗത്യം ലക്ഷ്യം കാണാതെ തകർന്നു. ഇന്ത്യൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ അന്വേഷയും റോക്കറ്റിലുണ്ടായിരുന്നു. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇന്നലെ രാവിലെ 10:17 വിക്ഷേപിച്ച റോക്കറ്റിന്റെ 3ാം ഘട്ടത്തിൽ പ്രശ്നമുണ്ടാവുകയും ദിശ തെറ്റുകയും ചെയ്തു. രണ്ട് ദ്രവ 2 ഖര ഇന്ധന ഘട്ടങ്ങളിലുള്ള റോക്കറ്റാണ് PSLV C-62. ആദ്യ 2 ഘട്ടവും കൃത്യമായി പ്രവർത്തിച്ചു. 3ാം ഘട്ടത്തിൽ ഖര ഇന്ധനം ഉപയോഗിക്കുന്നതിനിടെ മോട്ടോർ പ്രവർത്തിക്കുന്നതിനിടെയാണ് തകരാർ ഉടലെടുത്തത്. സ്ഥിതി വിശകലനം ചെയ്യുമെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ പറഞ്ഞു. കുമ്പള ആരിക്കാടിയിൽ ടോൾ പിരിവ് തുടങ്ങി. വൻ പ്രതിഷേധം. MLA അടക്കം അറസ്റ്റിൽ. കുമ്പള ടോൾ പ്ലാസകൾ തമ്മിൽ 60 കിലോമീറ്റർ ദൂരപരിധി വേണമെന്ന് 2 ടോൾ പ്ലാസകൾ തമ്മിൽ 60 കിലോമീറ്റർ ദൂരപരിധി വേണമെന്ന നിബന്ധന ലംഘിച്ച് കുമ്പള ആരിക്കാടിയിൽ ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിനെതിരായ പ്രക്ഷോഭം അവഗണിച്ച് ദേശീയപാത അതോറിറ്റി ഇവിടെ ടോൾ പിരിവ് തുടങ്ങി. പ്രതിഷേധിച്ച AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് 1.5 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അതിജീവിതയ്ക്ക് 2 ആഴ്ച മുമ്പ് രാഹുലിന്റെ ഭീഷണി. ഞാൻ ചെയ്യുന്നത് നീ താങ്ങില്ല. കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് സർവം CM. ഉത്തരം പിണറായി വിജയൻ. അതിന് അടുത്ത ചോദ്യം ചോദിച്ചില്ലല്ലോ എന്നാണ് പറയുന്നത് കാർട്ടൂൺ. ചോദ്യങ്ങളേറെയും സർക്കാർ പദ്ധതികളെക്കുറിച്ച്. ചോദ്യത്തിലും ഉത്തരത്തിലും പിണറായി. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങളിൽ നിറഞ്ഞു നിന്നത് സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനം കേരളമാണ്. 2025 നവംബർ 1 ഈ പ്രഖ്യാപനം നടത്തിയതാര് എന്നതായിരുന്നു സ്കൂൾ തലത്തിലെ ഒരു ചോദ്യം. ഉത്തരം പിണറായി വിജയൻ. സ്പോർട്സ് പേജ് കൂടി ഒന്ന് നോക്കാം. മലയാളി മച്ചാൻസ്. കരുൺ നായർക്കും ദേവദത്ത് പടിക്കലിനും അർദ്ധ സെഞ്ചുറി. വിജയ് ഹസാരെ ക്രിക്കറ്റിൽ കർണാടക സെമിയിൽ. വിജയ് ഹസാരെ ട്രോഫി ആഭ്യന്തര ക്രിക്കറ്റിൽ ക്വാർട്ടർ ഫൈനൽ കാണാതെ കേരളം പുറത്തായെങ്കിലും മലയാളികൾക്ക് സന്തോഷിക്കാനുള്ള വക നൽകുന്നതിൽ ഒരു മുടക്കവും വരുത്താൻ കർണാടക തയ്യാറല്ല. മലയാളി താരങ്ങളായ ദേവദത്ത് പടിക്കലിന്റെയും 81 നോട്ടൗട്ട്, കരുൺ നായരുടെയും 74 നോട്ടൗട്ട്, അപരാജിത അർദ്ധ സെഞ്ചുറി കരുത്തിൽ ക്വാർട്ടർ ഫൈനലിൽ കരുത്തരായ മുംബൈയെ 55 റൺസിന് തോൽപ്പിച്ച കർണാടക സെമി ഫൈനൽ കടന്നു. മഴ കളിമുടക്കിയതോടെ VJD നിയമപ്രകാരമാണ് കർണാടകയെ വിജയികളായി പ്രഖ്യാപിച്ചത്. മുംബൈ 50 ഓവറിൽ 8-ന് 254, കർണാടക 33 ഓവറിൽ 1-ന് 187. ടൂർണമെന്റിൽ മിന്നും ഫോമിൽ തുടർന്ന ദേവദത്താണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ഗ്രേസ് ആർഡിസിന് അർദ്ധ സെഞ്ചുറി. 40 പന്തിൽ 85 റൺസ്. WPL ബാംഗ്ലൂരുവിന് 6 വിക്കറ്റ് ജയം. ഏകദിന പരമ്പര. വാഷിംഗ്ടണിന് പകരം ആയുഷ് ബദോനി. T20 ലോകകപ്പ്. ബംഗ്ലാദേശിന്റെ വാദം തള്ളി ICC. സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ T20 ലോകകപ്പിന് ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കില്ലെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ വാദം തള്ളി രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ. ഇന്ത്യയിൽ പറയത്തക്ക പ്രശ്നങ്ങളില്ലെന്നും ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ മറ്റൊരു വേദിയിലേക്ക് മാറ്റുന്ന കാര്യം പരിഗണിക്കേണ്ടതില്ലെന്നും ICC വ്യക്തമാക്കിയതായാണ് വിവരം. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ IPL നിന്ന് ഒഴിവാക്കിയിരുന്നു. പിന്നാലെയാണ് T20 ലോകകപ്പിനായി ഇന്ത്യയിലേക്ക് വരില്ലെന്നും പകരം മറ്റൊരു വേദി അനുവദിക്കണമെന്നും BCCI ആവശ്യം ഉന്നയിച്ചത്. പോർട്ട് സ്മിത്തിനെ വീഴ്ത്തി ആഴ്സണൽ. കുഞ്ചുകുറുപ്പോട് നോക്കാം.
അതിജീവിതയായ നടിയുടെ അഭിഭാഷക കോടതി മുറിയിൽ ഉറങ്ങുകയാണ് പതിവെന്ന് വിചാരണ കോടതി ജഡ്ജി. നീതി ദേവതയുടെ പ്രതിമക്ക് താഴെയാണ് രണ്ടുപേരും നിൽക്കുന്നത്, നാട്ടുകാരനും കുഞ്ചുകുറുപ്പും. കണ്ണു കെട്ടിയിട്ടുള്ളതിനാൽ നീതി ഉറങ്ങുകയാണോ എന്ന് അറിയാനും വയ്യ എന്നാണ് കുഞ്ചുകുറുപ്പ് പറയുന്നത്. എല്ലാവർക്കും നല്ലൊരു സേവനം നേരിടുന്നു. സ്നേഹത്തോടെ മനോജ് കണ്ണൂർ. താങ്ക് യു.